ഹോർമൂസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം കിട്ടാക്കനിയാവുന്നു. ഓരോ യുദ്ധവും ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തും. പശ്ചിമേഷ്യയിലാവുമ്പോൾ ഇത് പ്രത്യേകിച്ചും. ഇപ്പോൾ എണ്ണയ്ക്ക് മേലാണ് യുദ്ധം. നശിപ്പിക്കപ്പെടുന്നത് എണ്ണ ടാങ്കറുകളാണ്. ഇന്ധന മേഖലകൾ കേൾക്കുന്ന അടികൾ ലോകത്തെ എവിടെ എത്തിക്കുമെന്ന് കണ്ടറിയണം. ഇതിനൊപ്പം സൗദിയിൽ നിന്നും ചില യുദ്ധവാർത്തകൾ എത്തുന്നു എന്നത് കൂടുതൽ ഭീതിപ്പെടുത്തുന്നു തന്നെ. യുദ്ധവാർത്തയാണ് വേൾഡ് ഇൻവേഴ്സിൽ ആദ്യം. ഒപ്പം ഹംഗറിയിലെ തർക്കങ്ങളും ഫിഫയുടെ വംശീയതയും അതിനെതിരായ പോരാട്ടങ്ങളും മറ്റു വാർത്തകൾ. വേൾഡ് ഇൻവേഴ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഹോർമുസുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ലോകത്തെ വീണ്ടും അശാന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസിന്റെ നിയന്ത്രണം കൈക്കലാക്കുക എന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ ആവശ്യം. യമനിലെ ഹൂത്തികളുടെ ആക്രമണങ്ങൾ കൂടിയാവുമ്പോൾ പശ്ചിമേഷ്യ ആകപ്പാടെ യുദ്ധകലുഷിതമാവുകയാണ്. ഹൂത്തികൾ സൗദി അറേബ്യക്കെതിരെയാണ് ആക്രമണം നടത്തിയത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ബദലായി നേരത്തെ ചെയ്തതുപോലെ ഗൾഫ് രാജ്യങ്ങളെയാണ് ഇറാൻ ഉന്നം വെക്കുന്നത്. ബഹ്റൈൻ തലസ്ഥാനത്ത് ഇറാൻ മിസൈലുകൾ എത്തിയതായും സ്ഫോടനങ്ങൾ നടന്നതായും വാർത്തകൾ വന്നിരുന്നു. ജോർദാനിൽ അമേരിക്കൻ സൈനിക താവളത്തിനെതിരെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലും ഈ യുദ്ധത്തിൽ തരക്കേടില്ലാത്ത പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ലബനാനുമായുള്ള തങ്ങളുടെ യുദ്ധത്തിന് ഗുണകരമായ അന്ത്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിലൂടെ ലബനാന്റെ ചില പ്രദേശങ്ങൾ തങ്ങളുടെ കീഴിൽ വരുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അതേസമയം കഴിഞ്ഞ ദിവസം ഹോർമുസിന് സമീപമുള്ള ബന്ദർ അബ്ബാസ് നഗരത്തിനടുത്ത് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആണവ പ്ലാന്റുള്ള ബുഷേറിലും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് അജ്ഞാതമായ കപ്പൽ ഒരു നോർവീജിയൻ ടാങ്കറിനെ ആക്രമിച്ചതായി വാർത്തയുണ്ട്. ഇന്ത്യയുടെ നാവികർ കൊല്ലപ്പെട്ടതിൽ ഇറാന്റെ ഡെപ്യൂട്ടി അംബാസിഡറെ വിളിച്ചു വരുത്തി രാജ്യം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് UAE കപ്പലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ബ്രിട്ടന്റെ നടപടിക്കെതിരെ ഇറാൻ പ്രതിഷേധം അറിയിച്ചു. റവല്യൂഷണറി ഗാർഡ് ഇറാൻ സൈന്യത്തിന്റെ ഭാഗമാണെന്നും മറ്റൊരു രാജ്യത്തിന്റെ സേനാ വിഭാഗത്തെ ഉന്നം വെക്കുന്നതിലൂടെ ബ്രിട്ടൻ അന്താരാഷ്ട്ര മര്യാദ ലംഘിച്ചിരിക്കുകയാണെന്നും ഇറാൻ പറയുന്നു. മുൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാന്റെ വിശ്വസ്തനായ പ്രസിഡന്റ് തമസ് ഉല്യോക്കിനെ സ്ഥാനത്തു നിന്നും പുറത്താക്കുന്നതിന് അനുകൂലമായി ഹംഗേറിയൻ പാർലമെന്റ് വോട്ട് ചെയ്തിരിക്കുന്നു. ഓർബാന്റെ ഫിഡസ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പൊതുരംഗത്ത് നിന്നും ഓർബാൻ അപ്രത്യക്ഷനായിരുന്നു. കഴിഞ്ഞ ദിവസം ലോകകപ്പ് ഫുട്ബോൾ കാണാനായി അദ്ദേഹം നാടുവിടുകയും ചെയ്തു. നിലവിലുള്ള പ്രധാനമന്ത്രി പീറ്റർ മഗ്യാറിന്റെ ടിസ പാർട്ടി ഭരണഘടനയുടെ 17ാം ഭേദഗതി അതിവേഗം പാസാക്കുകയും അതുവഴി സുല്യോക്കിന്റെയും ഭരണഘടനാ കോടതി തലവൻ പീറ്റർ പോൾട്ടിന്റെയും കാലാവധി അവസാനിപ്പിക്കുകയുമായിരുന്നു. ഈ ഭരണഘടനാ ഭേദഗതിക്ക് കീഴിൽ ഒപ്പിടാൻ സുല്യോക്കിന് ഇനി 5 ദിവസമുണ്ട്. അല്ലെങ്കിൽ അത് ഭരണഘടനാ കോടതിക്ക് അയക്കണം. അതിന് സുല്യോക്ക് തയ്യാറാകുമോ എന്നുറപ്പില്ല. കാരണം അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മഗ്യാർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. 16 വർഷത്തെ ഭരണം കൊണ്ട് ഹംഗറിയുടെ വിധി തനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ മാറ്റി എഴുതാൻ ഓർബാൻ ശ്രമിച്ചിരുന്നു. ഇതിനാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. ഫിഫയിൽ നിന്നും ഇസ്രായേലിനെ ഒഴിവാക്കാനുള്ള ശ്രമവുമായി നോർവേ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇതിനായി ശ്രമിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ലൈസ് ക്ലവനസ് ഇതിനായുള്ള ശ്രമത്തിലായിരുന്നുവെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. 2024 മുതൽ ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും ഇസ്രായേലിനെ വിലക്കുന്ന തരത്തിൽ ഉപരോധം കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇസ്രായേൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് മത്സരം ബഹിഷ്കരിക്കുകയല്ല വേണ്ടത് എന്നാണ് ഇവരുടെ വാദം. അത് അവർക്ക് വിജയിച്ചു കയറാനുള്ള വഴി ഒരുക്കുകയാവും. അതിനു പകരം അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന നിലപാടിൽ ഇസ്രായേലിനെതിരെ ഇവർ കളിക്കുകയും 5 ഗോളുകൾക്ക് വിജയിക്കുകയും ചെയ്തു. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യൻ ദേശീയ ഫുട്ബോൾ ടീമിനെയും ക്ലബ്ബ് ടീമുകളെയും ഒഴിവാക്കിയ ഫിഫയുടെയും യുഫയുടെയും നടപടികളുടെ വെളിച്ചത്തിലാണ് ഇത്തരമൊരു ആവശ്യം നോർവേ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഫുട്ബോൾ ക്ലബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഇസ്രായേൽ ഫുട്ബോൾ അസോസിയേഷൻ തയ്യാറായിട്ടില്ല. ഫിഫയും ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഫലസ്തീൻ ഫുട്ബോൾ കളിക്കാരെ നിരവധി പേരെയാണ് ഇസ്രായേൽ കൊന്നുകളഞ്ഞത്. ബന്ദ് ഹലവാനി, നദാലി അബൂദയ്യ തുടങ്ങിയ ഫലസ്തീൻ വനിതാ ടീമിലെ അംഗങ്ങളെ തടവിലിട്ടതിനെതിരെയും ഫിഫ മിണ്ടിയിട്ടില്ല. ഫലസ്തീനിലെ അനവധി ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടും ഫിഫ പ്രതിഷേധിച്ചിട്ടില്ല. ഫലസ്തീൻ കളിക്കാരുടെ യാത്ര മുടക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായപ്പോഴും ഫിഫ മിണ്ടിയിട്ടില്ല. വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കണമെന്നും വിവേചന വിരുദ്ധത പ്രദർശിപ്പിക്കുന്ന ബാനറുകൾ മാച്ചുകൾക്കിടയിൽ ഉയർത്തണമെന്നും ഫിഫ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. ലോകകപ്പിന്റെ ഒരു ക്വാളിഫയിങ് റൗണ്ടിനായി ഇസ്രായേലിനെ ഓസ്ലോയിൽ നോർവേ സ്വീകരിച്ചിരുന്നു. അന്നത്തെ മത്സരത്തിൽ നിന്നുള്ള വരുമാനം നോർവീജിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഗസയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകുകയായിരുന്നു. അന്ന് കളിക്കുമ്പോൾ സ്റ്റേഡിയം നിറയെ ഇസ്രായേലിനെതിരായ ബാനറുകളായിരുന്നു.
കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുക എന്നെഴുതിയ ബാനറുകളായിരുന്നു സ്റ്റേഡിയം നിറയെ. ഇസ്രായേലിന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതിഷേധങ്ങളും നടന്നിരുന്നു. ഫിഫയുടെ പ്രസിഡന്റ് തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണെന്ന ആരോപണം ഈ ലോകകപ്പിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പല നടപടികളും ഈ വാദത്തിന് ശക്തി പകരുന്നുമുണ്ട്. അമേരിക്കൻ കളിക്കാരന് ചുവപ്പ് കാർഡ് പിൻവലിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം ഫിഫ അംഗീകരിച്ചതോടെ ഫിഫ ഒരു നിഷ്പക്ഷ ഏജൻസിയാണ് എന്ന വാദം തകർന്നടിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും രാഷ്ട്രീയ ഏജൻസിയായി ഫിഫ മാറി എന്ന ആരോപണം ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. നിലവിലെ ഫിഫ പ്രസിഡന്റ് ജാനി ഇൻഫെരിനോക്കെതിരെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി എത്തിയിട്ടുണ്ട്. ഫിഫയുടെ രാഷ്ട്രീയ നിഷ്പക്ഷത ഇദ്ദേഹം തകർത്തു കളഞ്ഞുവെന്നാണ് മനുഷ്യാവകാശ സംഘടനയായ ഫെയർ സ്ക്വയർ ഉന്നയിച്ചിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫിഫ ഒരു സമാധാന സമ്മാനം ഏർപ്പാടാക്കുകയും അത് ട്രംപിന് നൽകുകയും ചെയ്യുക എന്നൊരു സംഗതി കൂടെ ജാനി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിനെതിരെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. നന്ദി.